ഹലോ, എല്ലാവർക്കും രഞ്ജൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാടൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റാണ്, കാരദോശ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പച്ചരി, 200 ഗ്രാം പുഴുങ്ങലരി, 200 ഗ്രാം പരിപ്പ്. ഇത് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് 2 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ഉള്ളി, 2 പച്ചമുളക്, ഒരു ഇതേ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരിയും അതിൻ്റെ കൂടെ ഉള്ളി ഇങ്ങനെ 4 കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇതേ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പച്ചമുളകും നമ്മളിങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടുത്തത് ദോശമാവിനെ പാനിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നല്ല തിന്ന അവിടെ പോലെ നന്നായി പരത്തി കൊടുക്കുക കേട്ടോ. നല്ല തിന്നായാലാണ് മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇവിടെ ഇപ്പം നമ്മുടെ ദോശ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നന്നായി മുരിഞ്ഞാലാണ് ഈ ദോശയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മളിത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുക. കണ്ടോ, നന്നായി മുറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ദോശ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മുരിച്ചെടുക്കുക. 2 സൈഡ് ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മുടെ ദോശ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതേപോലെ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിച്ചമ്മന്തിൻ്റെ കൂടെയോ അതേപോലെ തേങ്ങ ചട്നിയുടെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.